ഗൗരവമുള്ളൊരു കാര്യം കൂടെ ഉള്ളത് ഈ നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ സംഘപരിവാർ സംഘടനകളുടെ ഇപ്പോഴത്തെ ഒരു രീതി അത് പോപ്പുലാരിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ വ്യാജ നിർമ്മിതിയൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് മാധ്യമങ്ങളിൽ. ഇതിൻ്റെയൊക്കെ നെല്ലും പതിരുമൊക്കെ വേർതിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാട്ടിലാണ് ഇപ്പോൾ കുറച്ചുകൂടെ പോപ്പുലാരിറ്റി ഈ വ്യാജ സന്ദേശങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനെ കറക്റ്റായിട്ട് നേരിടേണ്ടതുണ്ട്. വ്യാജ സന്ദേശങ്ങൾ ഏത് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും നേരിടേണ്ടതുണ്ട്. പക്ഷെ അവിടെ നേരിടാൻ എക്യുപ്ഡ് ആണോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ടോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ലാർജ് സ്കെയിലിലോ സംഘപരിവാർ സംഘടനകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് കൃത്യമായിട്ട് CPM വിലയിരുത്തിയിട്ടുണ്ടോ? കാരണം അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പണ്ട് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ടെലിവിഷനിൽ തോൽക്കുന്ന CPM എന്ന് പറഞ്ഞിട്ടായിരുന്നു മാതൃഭൂമി ലേഖനത്തിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ടെലിവിഷനോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് മുതിർന്ന ഇടത് നേതാക്കൾക്ക് ടെലിവിഷനോട് സംസാരിക്കുന്ന സമയത്ത് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അത് അറിഞ്ഞ് സംസാരിക്കാത്തത് കൊണ്ടാണ് അബദ്ധങ്ങൾ പറ്റുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ഒരു വിശദീകരണം. ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് നമ്മൾ പലരോടാണ്, പല ആശയങ്ങളുള്ള പല ആൾക്കാരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, കോമ്രേഡ്സിനോടല്ല. ഇത് ഭയങ്കര ഒരു വിഷയമായിരുന്നു. ഇത് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ കോപ്പപ്പ് ചെയ്ത് വന്നുവെങ്കിലും ഇന്ന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള ന്യൂസുകളെ കൃത്യമായി പ്രതിരോധിക്കാൻ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിന് CPMന് കഴിയുന്നുണ്ടോ? രണ്ട് പാർട്ടുണ്ട് അതിൽ. ഒന്ന്, ഈ വ്യാപ്തിയെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അത് തിരിച്ചറിയാൻ നമ്മൾ എക്വിപ്ഡ് ആണോ, കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. രണ്ടാമതൊരു കാര്യം, ഈ ടെലിവിഷൻ അഭിമുഖീകരിക്കുന്ന മേഖലയാണ്. ഇതൊരു ടെലിവൈസ്ഡ് പൊളിറ്റിക്കൽ എറയാണ്. അതിൽ പെർസെപ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ നല്ലവനാണ്, നന്മമരമാണ് എന്നൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. CPIMൻ്റെ നേതാക്കൾ, ഈ പറയുന്ന മുഴുവൻ പേരും അത്തരമൊരു പെർസെപ്ഷൻ ചലഞ്ചിലൂടെ പാസ്സായി വന്നവരല്ല. അവർക്കത് വശവുമല്ല. അതിന് നിർബന്ധിക്കപ്പെടണം എന്നുള്ളതാണ് നിങ്ങൾ ഈ പറഞ്ഞ വിമർശനത്തിൻ്റെ ഇത്. അത് നമുക്ക് വേറെ പരിശോധിക്കണം. ഇവിടെ ജനം ചിന്തിക്കേണ്ടത്, ഞാൻ പ്രേക്ഷകരോട് പറയാണ്, നിങ്ങൾക്ക് പെർസെപ്ഷനായ ആളുകളെയാണോ അല്ലെങ്കിൽ പെർസെപ്ഷനാണോ വേണ്ടത്, റിയാലിറ്റിയാണോ വേണ്ടത്? ഞങ്ങൾ എന്താണ് എന്ന് ഞങ്ങളെ കാണാം. ഞങ്ങളിൽ നിന്ന് വ്യാജമായ ഒരു പ്രോമിസും നിങ്ങൾക്ക് ലഭിക്കില്ല. ഞങ്ങൾ സിൻസിയറായാണ് നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നത്. ഒരാൾ തിരിച്ച്, ഞാൻ പെട്ടെന്ന് രണ്ട് ഉദാഹരണങ്ങൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരും. ഒന്നാമത്തെ ഉദാഹരണം രണ്ട് ദുരന്തഘട്ടത്തിലെ ഉദാഹരണമാണ്. ഓഖി ഉണ്ടായ സമയത്ത് നിർമ്മല സീതാരാമൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു നമ്മുടെ വെടിഞ്ഞത്ത്. അഗ്രസീവായ ജനക്കൂട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന നിർമ്മല സീതാരാമൻ ആസ് എ സ്പീക്കർ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അവർ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത് സംശയമില്ല. പക്ഷേ ഒരു പ്രശ്നം അവിടെ സൃഷ്ടിച്ചൊരു പെർസെപ്ഷനുണ്ട്, അവരെല്ലാം ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ എന്തെങ്കിലും ഇൻഎഫക്റ്റ് പിന്നീടുണ്ടായോ എന്ന് വെച്ചാലില്ല. കുറേ കൂടി റീസെൻ്റായൊരു കാര്യം ഞാൻ പറയാം. നരേന്ദ്രമോദി വയനാട്ടിൽ വന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വയനാട്ടിൽ പോയി. അപ്പോൾ അന്ന് താരതമ്യങ്ങളുണ്ടായി. നരേന്ദ്രമോദി നോക്കൂ, കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചു. ആ കുഞ്ഞും നരേന്ദ്രമോദിക്കൊപ്പം അന്ന് വൈറലായി, അല്ലെങ്കിൽ കുഞ്ഞിനൊപ്പം മോദി എന്ന് വൈറലായി. ആ വൈറൽ കണ്ടന്റിനപ്പുറത്ത് പിന്നീടുള്ള റിയാലിറ്റി എന്തായിരുന്നു? അപ്പോൾ അതൊരു പെർസെപ്ഷനാണ്. അവിടെ ഒരു നന്മമരത്തിൻ്റെ പെർസെപ്ഷൻ അവിടെ വരികയാണ്, അല്ലെങ്കിൽ സിമ്പതിയുടെ പെർസെപ്ഷൻ വരികയാണ്. ഇങ്ങനെ ആവണ്ടേ ലീഡർ എന്ന് ജനം ചിന്തിക്കുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടാകുന്നു. ടെലിവേസ്ഡ് പൊളിറ്റിക്കൽ എറയുടെ പെർസെപ്ഷനാണ്. സഖാവ് പിണറായി വിജയൻ ഈ പെർസെപ്ഷൻ പരീക്ഷയ്ക്ക് പോകുന്ന ആളല്ല. അദ്ദേഹം അവിടെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി പോവുകയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ അത് നന്നായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പരിപാടി അതൊരു എൻ്റർടൈൻമെൻറ്റ് സ്വഭാവത്തിൽ തന്നെ, മുഖ്യമന്ത്രി എന്തെങ്കിലും തമാശ പറഞ്ഞാൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന മനസ്സുമായിട്ട് ആൾക്കാരിരുന്നു. ഫുള്ള് കണ്ടു. ആശങ്ക മാത്രമായിരുന്നില്ല അതിനകത്ത് ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പല കുട്ടികളും ഇഷ്ടപ്പെട്ടത് ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു മാമൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായ സമയത്ത് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അത് പിന്നീട് ഫലിച്ചു, അല്ലെങ്കിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മനസ്സിലാക്കലിൻ്റെ ആ ഘട്ടത്തിലുള്ളപ്പോഴും പിൽക്കാലഘട്ടത്തിലും അതിന് മുൻപും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത് ശരിയായ വണ്ണം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അന്നത് കമ്മ്യൂണിക്കേഷൻ നന്നാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മുഖ്യമന്ത്രി തന്നെ എല്ലാത്തിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യമന്ത്രി പറയേണ്ട ചില കാര്യങ്ങൾ പോലും മുഖ്യമന്ത്രി ഏറ്റെടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതും നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് വേണമെങ്കിൽ അങ്ങനെ ആകാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. അതെങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത്. അല്ല, അന്നുണ്ടായതും പെർസെപ്ഷൻ ചലഞ്ചിന് പോയതല്ല. അദ്ദേഹം സിൻസിയറായിട്ടാണ് ഇടപെട്ടത്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് കൺസീവ് ചെയ്യാനിരിക്കുന്ന ആളുകളുടെ കൂടിയാണ്. നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം പോലെയല്ല. വെറുതെ ഫോണെടുത്ത് വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ നരേന്ദ്രമോദി കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നു, കൊള്ളാലോ എന്ന് പറയുന്ന ഒരാളല്ല.
എല്ലാ മനുഷ്യരും ഡിസ്ട്രസ്ഡ് ആയിരുന്നൊരു സമയമാണ്. ആ ഡിസ്ട്രസ്ഡായ മനുഷ്യൻ്റെ അരികിൽ ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ മരുന്ന്. അതൊരാൾ കൺവേ ചെയ്യാൻ, അതെല്ലാവർക്കും ഫീൽ ചെയ്തു. അതെ, കൊണ്ടു. കാരണം അതാ അവനെയാണ് പാമ്പർ ചെയ്യുന്നത്, തലോടുന്നത്, ചേർത്ത് നിർത്തുന്നത്, ആത്മവിശ്വാസം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഓരോ മനുഷ്യനോടുമാണ്. എന്നാൽ ഇതേ മുഖ്യമന്ത്രി ഇതുപോലെ തന്നെ സിൻസിയറായി വേറൊരു സന്ദർഭത്തിൽ ഇടപെട്ടുന്നിരിക്കട്ടെ, അത് ബാധിക്കുന്ന അപൂർവം ചില മനുഷ്യരൊഴികെ ബാക്കി മുഴുവൻ പേരും കാഴ്ചക്കാരാണ്. അവർക്കത് കൺസീവ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ വിമർശനം വരും, അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, അല്ലെങ്കിൽ ഇതാണോ, അല്ലെങ്കിൽ ആത്മാർത്ഥതയെ സംശയിക്കും. കാരണം അവന് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ ഫീൽ ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ തന്നെയാണ് എല്ലായ്പ്പോഴും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഞാൻ എൻ്റെ അനുഭവം നേരത്തെ പറഞ്ഞില്ലേ, പറയുമ്പോൾ എൻ്റെ നെഞ്ചിൽ തട്ടി ഞാൻ പറയാം. ആ നിമിഷം ഞാൻ അനുഭവിച്ച എനിക്കറിയാവോ അദ്ദേഹം എനിക്ക് തന്ന കോൺഫിഡൻസ് എന്നാണ്, എങ്ങനെയാണ് എന്നെ പിടിച്ചു നിർത്തിയത്. അദ്ദേഹം അങ്ങനെയാണ്. ഇനി അതേ മുഖ്യമന്ത്രി ശാസിക്കേണ്ടിടത്ത് കർശനമായി ശാസിക്കും. കാരണം അതാണ് അദ്ദേഹം. യോജിക്കേണ്ടതിനോട് യോജിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളിലൂടെ പോകുന്നതല്ല, ഞാൻ ആരെയും വേറൊരു തരത്തിൽ താരതമ്യം ചെയ്യുന്നതല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ മന്ത്രിമാരോടും മുഖ്യമന്ത്രിമാരോടും ഒക്കെ പല ഘട്ടങ്ങളിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിൽക്കുമ്പോൾ നമ്മൾ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് മാത്രമല്ല, ഇടപെടൽ കോൺഗ്രസ്സുകാരിൽ തന്നെ, അല്ലെങ്കിൽ മറ്റ് അടുത്തിടപഴകിയ ആളുകളിൽ തന്നെ ഇതുപോലെ അനുഭവങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. നല്ല നിലയിൽ ഇടപെടും, പക്ഷേ ഔട്ട്പുട്ട് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ വിചാരിച്ചത്ര ഉണ്ടാകണമെന്നില്ല. പക്ഷെ എപ്പോഴും ആദ്യം ഉണ്ടാക്കുന്ന ആ പെർസെപ്ഷൻ കഴിഞ്ഞിരിക്കും. ആ പെർസെപ്ഷൻ ഞാൻ 4 പേരോട് പറഞ്ഞു കഴിഞ്ഞിരിക്കും. മോദി വന്നിട്ട് നോക്കുക, ചെയ്ത് ഗംഭീരമായി എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞു, അല്ലേ? പിന്നീട് ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് വേറൊരു എപ്പിസോഡാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് തിരിച്ചു വന്നാൽ, ഇന്നിത് വലിയ മുതൽ മുടക്കുള്ള ഒരു ഈവൻ്റായി പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. അതൊരു പുതിയൊരു ഇൻഡസ്ട്രിയായി വന്നിട്ടുണ്ട്. ഡേറ്റ സയൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ശാഖ തന്നെ, മൂലധന നിക്ഷേപമുള്ള ഒരു വലിയ സംവിധാനം തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അവിടെ ഒരു പുതിയ ചലഞ്ചാണ്. ഈ അടുത്തിടയ്ക്ക് രജ്ദീപ് സർദേശായി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഇതുവരെ തിരഞ്ഞെടുപ്പ് രീതികളിലുണ്ടായ മാറ്റം, തിരഞ്ഞെടുപ്പിൻ്റെ ഈ പറഞ്ഞ മൂലധന നിക്ഷേപവുമായി തിരഞ്ഞെടുപ്പ് മാറി. അപ്പോൾ ഇന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ ഓഫ് സൊസൈറ്റിയാണ്. സമൂഹത്തിൻ്റെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, ഹൗ ടു മാനിപ്പുലേറ്റ്, ഹൗ ടു ക്രിയേറ്റ് പെർസെപ്ഷൻ എന്ന് പറയുന്നതിലേക്ക്, അതിൽ സത്യമുണ്ടാകണമെന്നില്ല. അപ്പോൾ ഇതൊരു വലിയ ചലഞ്ചാണ്. ഇവിടെ ഇത് തിരിച്ചറിയാത്തവരല്ല CPI. ഞങ്ങളതിനെ നേരിടാൻ ശ്രമിക്കുന്നത് കുറേ കൂടി ജനകീയമായും ഞങ്ങളുടെ എന്താ പറയുക ഓർഗാനിക്കായ ഒരു മെത്തേഡും കൊണ്ടാണ്. ഞങ്ങളുടെ ശക്തി എന്താണ്? ഞങ്ങളുടെ ശക്തി കേരളത്തിൻ്റെ ഏത് നൂക്കാൻ പോകുന്നത് നേരിട്ട് ജനങ്ങളോട് പോയി സംസാരിക്കാൻ കഴിയുന്ന, ജനങ്ങളുടെ പൾസ് അറിയാവുന്ന, അവർ ഡേറ്റ സയൻസിലൂടെ അറിയുമ്പോൾ ഞങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നേരിട്ടറിയാൻ കഴിയുന്ന, നേരിട്ട് ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓർഗാനിക് മെക്കാനിസത്തിൻ്റെ കരുത്തിലാണ് BJP അത്തരത്തിലുള്ള CPM നിൽക്കുന്നത്. ഇല്ല, സംവിധാനം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അല്ല, BJPയുടെയും അവരുടെ കരുത്തായി അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ ആശ്രയിക്കുന്നത് ഇപ്പോൾ കനകലുവിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏജൻസികളെയോ, അതവരുടെ കരുത്താണ്, അവരാണ് അതിൽ നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ അതിനെ ബീറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഓർഗാനിക് സെറ്റപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ DYFIക്ക് എല്ലായിടത്തേക്കും ഓടിയെത്താൻ കഴിയും, ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയും.